രാവിലെ പാല് കുടിക്കാനായിട്ട് പുറത്തിറങ്ങിയ സമയത്തായിരുന്നു ഈ കാഴ്ച കണ്ടത്. ഇവിടുത്തെ തോടുകളൊക്കെ ഏകദേശം കരകവിഞ്ഞൊഴുകിയിട്ട് ഇങ്ങനെ റോഡിലോട്ടൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട സമയത്ത് എന്ന മനസ്സിലോട്ട് ഓർമ്മ വന്ന 2018 ആ ഒരു വെള്ളപ്പൊക്കമാണ്. കാരണം ഈ ഒരു ഏരിയയിലെ ഏകദേശം വീടിന്റെ മേൽക്കൂര വരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യമൊക്കെ നമുക്ക് അറിയാലോ, ഓർക്കാനേ പറ്റില്ല. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്കൊരു ഡൗട്ട് വന്നത്. കാരണം ഈ ഒരു റോഡിന്റെ ഇപ്പുറത്തെ സൈഡിൽ മാത്രമേ ഇങ്ങനെ വെള്ളം കയറുന്നുള്ളൂ, അപ്പുറത്തെ സൈഡിൽ വെള്ളം കയറുന്നേ ഇല്ല. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, അവർ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ പണ്ട് വലിയ തോടുകളായിരുന്നു എന്ന്. ഭയങ്കര വലിയ, അതായത് ഈ വൈപ്പിൻ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ, കാരണം ബസ് ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ആ ടൈമിലൊക്കെ എല്ലാവരും ഈ വള്ളങ്ങളിലൂടെയൊക്കെ ആയിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നേച്ചത്. അപ്പൊ പല ഭാഗത്തോട്ടൊക്കെ പോയിരുന്നേച്ചത് ഓരോരുത്തർ വള്ളത്തിലായിരുന്നു. അപ്പൊ ഈ ഭാഗമൊക്കെ ഫുള്ള് വലിയ വലിയ തോടുകളായിരുന്നു പോലും. അപ്പൊ ആ തോടുകളൊക്കെ നികത്തിയിട്ടാണ് ഇപ്പൊ വീടുകളൊക്കെ വെച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഏകദേശം നമ്മൾ ഈ ഒരു മഴക്കാലം ഇങ്ങനെ ശക്തി പ്രാപിക്കുന്ന സമയത്ത് നമ്മുടെ തെക്കിനിയിൽ തളച്ചിട്ടിരിക്കുന്ന നാഗവല്ലി പുറത്തിറങ്ങുന്ന പോലെ തോടുകൾ ഇങ്ങനെ ശക്തി പ്രാപിക്കുന്നത്. അപ്പൊ ഈ കഥകളൊക്കെ ഇങ്ങനെ കേട്ടു വന്നിരിക്കുന്ന സമയത്താണ് ഒരു ചായ കുടിക്കാൻ തോന്നുന്നത്. കാരണം മഴ, ചായ എല്ലാം എന്താ പറയാ ഒരു മസ്റ്റ് അല്ലേ. പിന്നെയാണെങ്കിൽ ഈ ചായക്കട എന്തോ ഒരു കാണാൻ ഭംഗി ഉണ്ടായിരുന്നു. നമ്മള് മിക്ക ദിവസം ഇവിടെ വരാറുണ്ട്. പക്ഷെ ഇന്ന് ചായ അടിക്കുന്ന ചേട്ടനല്ല ഇത്, അതുകൊണ്ടാണ് വലിയ പരിചയം കാണിക്കാത്തത്. പക്ഷെ നമ്മുടെ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര പ്ലസന്റ് ആണ് ചേട്ടൻ. ഇന്ന് ചായക്ക് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. കുറച്ച് കാരണം ആ ചേട്ടൻ നമ്മളുടെ മധുരമൊക്കെ അറിയാവുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് നമുക്ക് ഇട്ടുതരും. അപ്പൊ അതുകൊണ്ട് വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല ചായ. പക്ഷെ അവിടെ നിന്നപ്പോഴാണ് ഏകദേശം ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല നല്ല സവാള വടയുടെ മണം ഉണ്ടായിരുന്നു. അപ്പൊ നോക്കിയപ്പോഴാണ് നമ്മുടെ ചേട്ടൻ അവിടെ സവാള വട പൊരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു ഒരു സവാള വട തരും കേട്ടാന്ന് പറഞ്ഞിട്ട് വേഗം ഒരു സവാള വടയൊക്കെ മേടിച്ച് കഴിച്ചു. ചേട്ടന്റെ എല്ലാ കടികളും, അതായത് ഈ കടികളൊക്കെ കഴിച്ച് ഏകദേശം എന്താ പറയാ, നമ്മുടെ വയറിനൊരു അസുഖം ഉണ്ടാവില്ലേ, നമ്മൾ ഈ ബേക്കറിയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന ആ ഒരു കടികളെ പോലെ അല്ല കേട്ടോ. ഈ ഒരു ചായക്കടകളൊക്കെ ഇപ്പോഴും നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ തരുന്ന ഒരു സ്ഥലങ്ങളാണ് ശരിക്കും. ഈ ഒരു രീതിയിലുള്ള ചായക്കടയുടെ പുറത്ത് നിന്ന് നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല നൊസ്റ്റാൾജിക് പാട്ടൊക്കെ ഇട്ട് ചാടിക്കാൻ നല്ല രസമാണ് ശരിക്കും. അപ്പൊ എന്തായാലും നാളെ കാണാം. ബൈ ബൈ. മമ സഖി നീ എന്നു വന്നു ചേരും.